നമസ്കാരം. ഒരു വെൽക്കം ബാക്ക് ഒന്നും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, പിന്നെ കുറച്ച് ഫ്രസ്ട്രേറ്റഡുമാണ്. പക്ഷെ മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ടും ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്തോ മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. ഒരുപാട് ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഞാനിന്ന് കാസർഗോഡ് വരെ പോയിക്കോയിരുന്നു. കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് വന്നു, കാഞ്ഞങ്ങാട് നിന്ന് വീട്ടിലെത്തി. പിന്നെ കാസർഗോഡ് നിന്ന് ഈ വീട് വരെയുള്ള യാത്രയിൽ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ച ഒരേ ഒരു കാര്യം ഈ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നായിരുന്നു. ഫൈനലി ചെയ്യാം എന്ന് തീരുമാനിച്ചു, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമുള്ള ഒന്നുമില്ല, അതുകൊണ്ട് താല്പര്യമില്ലാത്തവർ കാണണ്ട കേട്ടോ. ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കില്ല വീഡിയോ കാണണം എന്നുള്ളത്. പക്ഷെ ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചത് എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഈ 365K ഫാമിലി, ഇത്ര ആളുകളെ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫാമിലി ആയിട്ട്, എൻ്റെ ആളുകളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ചിലരെങ്കിലും ചിന്തിക്കും ഇതൊക്കെ ഇപ്പം ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സമാധാനത്തിനും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടുമാണ്. പിന്നെ ഇത് ഇവിടെ വന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ നിനക്ക് കുറച്ച് സമാധാനം കിട്ടിയോന്ന് ചിലർ ചോദിക്കും. ഇത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും സമാധാനം കിട്ടി എന്ന് വേണം പറയാൻ. അല്ല, ഐ മീൻ സമാധാനം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇങ്ങനെ മനസ്സിങ്ങനെ കിടന്ന് കത്തുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ മുമ്പോട്ട് ഇങ്ങനെ പോകുന്തോറും അങ്ങനത്തെ ഉള്ള കുറച്ച് ഇമോഷൻസ് ഒക്കെ എൻ്റെ ഭാഗത്തുനിന്ന് പുറത്ത് ചാടാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കും. പക്ഷെ മനുഷ്യന്മാരല്ലേ, മനുഷ്യനല്ലേ പിള്ളേന്ന് പറഞ്ഞ പോലെ മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ അത് പുറത്ത് ചാടിക്കാൻ. ഇപ്പോഴേ ഞാൻ അതിനൊരു ക്ഷമയിരിക്കുന്നു. ഓക്കെ, സോ ഞാൻ നിങ്ങളെ എൻ്റെ ഫാമിലി ആയിട്ട് കണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം നിങ്ങളുടെയൊക്കെ കുടുംബത്തിലും നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾക്കിടയിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായേക്കാം. ഞാൻ അന്ന് അത്തച്ചി മരിച്ച വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു 54 മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു അത്. അതില് പാക്ഷാണത്ത് കൃമികളെ കുറിച്ചും പിന്നെന്താ ഇത്തിൽ കണ്ണികളെ കുറിച്ചും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറെ പേരൊക്കെ കമന്റ് ഇട്ടു, അവരെയൊക്കെ വിട്ടുകളാ, ഈ സമയം അവരുടെ പുറകെ പോകാനുള്ളതല്ല, പഠിച്ചവനോട് അത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഇതുവാ ചെയ്യുക, അത്തശ്ശിക്ക് ഖബറിലേക്കുള്ളതല്ല ചെയ്യുക എന്നങ്ങനെ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കസിൻസ് ഒക്കെ ആയിക്കോട്ടെ, എന്നെ വിളിക്കുകയും അന്വേഷിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ അവരൊക്കെ പറഞ്ഞു അതൊക്കെ വിട്ടേക്ക്, ഇപ്പൊ അതൊന്നും മൈൻഡിൽ എടുക്കണ്ട എന്നുള്ള രീതിയിൽ അവരെന്നെ ഉപദേശിച്ചു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായതുകൊണ്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. എന്താ പറയാ, വിട്ടു, പൂർണ്ണമായിട്ട് അതങ്ങ് ഉപേക്ഷിച്ചു. പക്ഷെ നമ്മളെ വിടാതെ പിന്തുടരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ അതിന് ചെയ്യണ്ടേ? ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത ആൾക്കാരാണ് ഞാനും എൻ്റെ ഫാമിലിയൊക്കെ. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ജീവിതമാർഗമായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ ഉമ്മച്ചീനെയും എൻ്റെ അത്തച്ചീനെയൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാലം മുതൽ അറിയാം. എൻ്റെ നാട്ടുകാർക്കും അറിയാം, എൻ്റെ കുടുംബക്കാർക്കും അറിയാം അവരെങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, എങ്ങനെയുള്ള ആളുകളാണ്, എങ്ങനെയാണ് അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ അവരൊക്കെ ഈ വീഡിയോ, ഇപ്പൊ എൻ്റെ നാട്ടുകാരായിക്കോട്ടെ ഫാമിലിയിലുള്ളവരൊക്കെ ആയിക്കോട്ടെ, ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും എന്താ പറയാ, അവർക്കൊക്കെ ഭയങ്കര ഷോക്കായിരിക്കും. ഷോക്ക് മീൻസ് എത്ര വൃത്തിയായിട്ട മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടെന്ന് ചിന്തിച്ചേക്കാം. ഞാനും ഇന്ന് അത് തന്നെയാണ് ചിന്തിച്ചത്. ഈ മനുഷ്യരൂപത്തിലുള്ള പിശാചുക്കളിൽ നിന്ന് നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, അത് ഉള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പഠിച്ചോന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടോ, അല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ടോ എന്ന് ഞാൻ പലരെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും ഉണ്ട്. അത് നമ്മുടെ എക്സ്പീരിയൻസിൽ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പാക്ഷാണത്തെ കൃമികളെ കുറിച്ചും ഇത്തൽ കണ്ണികളെ കുറിച്ചുമാണ് ഇതിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 2 വ്യക്തികളാണ് ഇവര്. ഫാമിലിയിലുള്ളവർ തന്നെയാണ്. പക്ഷെ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഇവര് നമ്മളുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഫാമിലിയിലുള്ള ആരുമായിട്ടും ഇവർക്ക് അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് അത്ര നല്ല ആളുകളല്ല. സോ ആരും തന്നെ ഇവരെ അടുപ്പിക്കാറില്ല. അപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ ബിക്കോസ് എൻ്റെ കല്യാണം വരെ മുടക്കാൻ നോക്കിയിട്ടുള്ള ടീമുകളാണ്. എനിവേ അതൊക്കെ പണ്ടത്തെ കാര്യം, നമ്മളത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോഴും ഞാൻ പിന്നെ പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും. നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മൾ പറയില്ലേ, ഒരു കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നത് കല്യാണം, മരണം അങ്ങനെയുള്ള ചടങ്ങുകൾ വരുമ്പോഴാണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത്തച്ചി മരിച്ചു, ഇവർ വന്നു. വളരെ മാന്യമായിട്ടാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇവരോട് ഇടപെട്ടതും എല്ലാം. അതിനു മുമ്പ് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും നമ്മൾ മനസ്സിൽ വെക്കാതെ വളരെ മാന്യമായിട്ട് ഇടപെടുകയും, അല്ലെങ്കിൽ അവരെ നമ്മുടെ വീട്ടിലേക്ക് വന്ന ആളുകളാണ്. സോ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഇവർ വീണ്ടും പണി തുടങ്ങി.
അവിടെ പോയി പറയുന്നു, ഇവിടെ പോയി പറയുന്നു, പല 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 കാര്യങ്ങൾ. അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അന്ന് ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. അതൊന്നും നമുക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒന്നാമത് നമ്മൾ ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഞങ്ങളുടെ എല്ലാം പോയി. സോറി. ഓക്കെ, പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മുടെ ലൈഫിൽ, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു മരണം നടക്കുന്നത്. നമ്മൾ ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. ഒട്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. എന്നിട്ട് നമ്മൾ ഇവരോട് ക്ഷമിച്ചു, പോട്ടെ 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 എന്ന് വെച്ചു. പക്ഷെ ഇന്ന് ഇവരുടെ നാവിന്ന് വന്നൊരു വർത്താനുണ്ട്. ആ വർത്താനാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്മാരുടെ രൂപത്തിലുള്ള പിശാചുക്കള്, അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ കണ്ടു. അതായത് ഞാനല്ല, എന്നോടല്ല പറഞ്ഞത്, വേറൊരാളോട് പറഞ്ഞതാണ്. പക്ഷെ അയാളുടെ ഫോണിൽ നിന്ന് ഞങ്ങളിത് കേട്ടു. ഞങ്ങൾ മീൻസ് ഉമ്മച്ചി, എൻ്റെ മറ്റുമ്മച്ചിയാണ് ഇത് കേട്ടത്. എൻ്റെ ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ ഗതികേടാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചിരിക്കണ ഈ ഒരു സമയം, ഈ ഒരു സമയത്ത് എൻ്റെ ഉമ്മച്ചി കേൾക്കേണ്ടി വന്ന ഒരു വർത്താനുണ്ട് ഇവരുടെ നാവിന്ന്, ഈ രണ്ടുപേരുടെ നാവിന്ന്. ഹസ്ബൻഡ് വൈഫ് ആട്ടോ അവര്. ഇവരുടെ നാവിന്ന് കേട്ട ഒരു വർത്താനാണ്, അത്തച്ചീനെ ഞങ്ങൾ ചുട്ടു കൊന്നു. നിങ്ങൾ കേൾക്കണം, എൻ്റെ അത്തച്ചീനെ ഞങ്ങൾ ചുട്ടു കൊന്നു എന്നാണ് അവർ പറഞ്ഞത്. ഒരു മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളാണ്. ആ മനുഷ്യനെ കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഒരു ഉപദ്രവം, ഇവരോട് ഉൾപ്പെടെ ഒരു ഉപദ്രവം ഉണ്ടാകാത്ത മനുഷ്യനാണ്. അപ്പം ആ മനുഷ്യനെ കുറിച്ച്, ആ വ്യക്തിനെ കുറിച്ച് ഇവര് പറയാണ് ആ മനുഷ്യനെ ഞങ്ങൾ ചുട്ടുകൊന്നു. ഇത് കേൾക്കുന്ന എൻ്റെ ഉമ്മച്ചിയുടെ അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരു മകളാണ്, എനിക്കിത് സഹിക്കാൻ ഞാൻ ഈ സംഭവം ഞാൻ അറിയുന്നത് രാവിലെയാണ്. അപ്പം മുതൽ ഇപ്പം വരെ എൻ്റെ മനസ്സ് കിടന്ന് കത്തുകയാണ്. എൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പിന്നെ ഞാൻ പറയാണ്, ഇതിപ്പം ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്നുള്ളത് കുറച്ച് പേരെങ്കിലും ചിന്തിക്കും. പക്ഷേ എന്തായാലും അവർ ഈ വീഡിയോ കാണും, അത്രേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. അവരുടെ ഫാമിലിയിലുള്ളവരിത് കാണും, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. കാരണം എനിക്ക് അവരെ ഡയറക്റ്റ് വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇവര് അങ്ങനൊരു വർത്താനം പറഞ്ഞു. ഉമ്മച്ചി ആകെ തകർന്നുപോയി. വേറെ ഏത് സ്ത്രീയാണെങ്കിലും ഉടനെ തന്നെ ആ ഫോൺ വാങ്ങിച്ചു വെച്ചിട്ട് നല്ല ചീത്ത പറയും. പക്ഷെ എൻ്റെ ഉമ്മച്ചി അങ്ങനെ ഒരാളല്ല. എൻ്റെ ഉമ്മച്ചിക്ക് അതിനുള്ള കഴിവുമില്ല. എൻ്റെ ഉമ്മച്ചി അങ്ങനെ മറ്റുള്ളവരോട് ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി പറഞ്ഞ് ശീലമുള്ള ആളുമല്ല. ഇത് ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവര് പറയുകയുണ്ടായി. അതൊക്കെ പിന്നെ പോട്ടെ. എന്നെ ബാധിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഞാൻ അറിഞ്ഞു. ഇത് കേട്ടപ്പോൾ മുതലുണ്ടല്ലോ എൻ്റെ നെഞ്ചിങ്ങനെ കിടന്ന് ഇടിക്കുകയാണ്. എൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ കിടന്ന് വിറക്കുകയാണ് ഇത് കേട്ടിട്ട്. ഒറ്റ ഇതിൽ, അതായത് ആ കേട്ട ആ ഒറ്റ സെക്കൻഡിൽ ഞാൻ തീരുമാനിച്ചത് ഇത് ഇവരുടെ നമ്പർ എൻ്റെ കയ്യിലില്ല, നമ്പർ കണ്ടുപിടിക്കണം, ഇവരെ വിളിക്കണം, ഇവരെ 4 ചീത്ത പറയണം. ഇതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉമ്മച്ചിയോട് ചോദിച്ചു. ഞാൻ അവരെ വിളിക്കാത്തതിനും അവരോട് ഇതിനെതിരെ റിയാക്ട് ചെയ്യാത്തതിനും ഒരേ ഒരു കാരണം എൻ്റെ ഉമ്മച്ചിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നില്ല, വേറെ ഒരാളോട് ഞാൻ നമ്പർ വാങ്ങിച്ച് ഫോണിൽ വെച്ചു. ഓക്കെ മെഡിക്കി ഓക്കെട്ടോ. ഓക്കെ, ഞാൻ വേറെ ആളുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് ഫോണിൽ സേവ് ചെയ്തു. അപ്പം ഉമ്മച്ചി, ഞാൻ ഈ നമ്പർ വാങ്ങിച്ചത് എൻ്റെ ഉമ്മച്ചി അറിഞ്ഞു. ഉമ്മച്ചി എനിക്ക് മെസ്സേജ് അയച്ചു, വിളിക്കരുതെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. കാരണം ഇന്നലെ ഫോൺ കോളിൽ എൻ്റെ ഉമ്മച്ചീനെ, എൻ്റെ മറ്റുമ്മച്ചീനെ, ആഷിഖിനെ, അനിയനെ ഭയങ്കര പ്രാക്കാണ് ഇവര്. പ്രാക്കെന്ന് പറഞ്ഞാല് ഈ ചില ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് ഈ വർത്താനം പറയുന്ന പോലെയാണ് പ്രാകുന്നത്. ഇവർക്ക് സ്വന്തം മാതാപിതാക്കളെ പ്രാകുന്നതിന്
കൂടപ്പറപ്പുകളെ പ്രാകുന്നതിന്, സ്വന്തം മക്കളെ, ഹസ്ബൻഡിനെ, കൊച്ചുമക്കളെ, മരുമക്കളെ പ്രാകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട്. അതായത് വർത്താനം പറയണ പോലെ തന്നെ ഇവര് പ്രാകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ, നിങ്ങൾക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങളും കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരുടെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകളെ. കുറച്ചെങ്കിലും നിലവാരമുള്ളവരത് ചെയ്യില്ല കേട്ടോ. എന്നെ കൂടെ ഒന്നും ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ പ്രാകുക എന്നുള്ളത്. നമുക്കൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അവര് ഭയങ്കരമായിട്ട് പ്രാകുന്നുണ്ടായിരുന്നു ഇവരെ മൂന്നുപേരും, ഉമ്മച്ചിനെ, മറ്റുമ്മച്ചിനെ, എന്റെ ആങ്ങളേനെ. മറ്റുമ്മച്ചിയൊക്കെ എന്താ പറയാ, ഒരു അസുഖമായിട്ടിരിക്കുന്ന ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത 2 ജന്മങ്ങളാണ് അവർ, എൻ്റെ ഉമ്മച്ചിയും എൻ്റെ മറ്റുമ്മച്ചിയും എന്ന് പറഞ്ഞാൽ. ആരുടെ കാര്യം അന്വേഷിക്കാൻ പോവാതെ, ആരുടെ ഒരു കുറ്റവും കുറവും പറയാതെ ആ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് അവര്. എന്തിനാണ് ഇവർ ഈ മനുഷ്യന്റെ പച്ച ഇറച്ചി തിന്നുന്നതെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമ്മളിനി എന്തെങ്കിലും ദ്രോഹം അവരെ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നിട്ടോ ആണ് എങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നമ്മളത് പറഞ്ഞിട്ടാണ് അവരത് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ ഇത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് കേട്ട വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നമ്മളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കൾക്കിടയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പോട്ടെ 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 എന്ന് വെച്ചു. കാരണം എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് അങ്ങനെ വലിയ ഫീൽ ആവില്ല. പക്ഷേ മരിച്ച് തലയ്ക്ക് മേളിൽ നിൽക്കുന്ന എൻ്റെ അത്തച്ചിനെ കുറിച്ചിട്ടാണ് അവർ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തുകൊണ്ട് ഇവരെ വിളിക്കാത്തതിന് കാരണം ഉമ്മിച്ച് പറഞ്ഞു എന്നോട് വിളിക്കരുത്, ഭയങ്കര പ്രാകുന്നതാണ്, എന്നെ മറ്റുമ്മിച്ചിനോ ആഷിക്കിനോ പ്രാകുന്നവരല്ല, നീ ഇങ്ങനെ ഇരിക്കുന്നതാണ്, നീ അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് നിന്നെ പ്രാകും, നിന്നെ അത് ബാധിക്കും എന്നുള്ളത് എൻ്റെ ഉമ്മിച്ചനോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിക്കാത്തത്. ആക്ച്വലി എനിക്ക് ഈ പ്രാക്കിലും നേർച്ചലും, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ല മീൻസ് അതിന് മേളിലാണ് പഠിച്ചവരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആരെന്ത് പ്രാഗിയാലും പടച്ചോൻ തീരുമാനിക്കാതെ നമുക്കൊരു ചീത്ത കാര്യം സംഭവിക്കില്ല. പടച്ചോൻ തീരുമാനിച്ചെങ്കിൽ ഓക്കെ, അല്ലാതെ ഒരു ചീത്ത കാര്യം ഒരാൾ പ്രാഗി എന്ന് പറഞ്ഞൊന്നും നടക്കില്ല. പക്ഷെ അപ്പോഴും അത് ഞാൻ ഉമ്മച്ചിയോട് പറഞ്ഞു, പടച്ചോനെക്കാട്ടിലും മേളിലല്ലല്ലോ ഇവരാരും, ഇവരുടെ വാക്കുകളും അതിന് മേളിലൊന്നും അല്ലല്ലോ. അപ്പൊ ഉമ്മച്ചി പറയുന്നത് പറയാൻ പറ്റില്ല, നാവിൽ എപ്പോഴാണ് ഇതുള്ളതെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കുന്ന സമയമല്ലേ, അപ്പൊ ഇതിനകത്ത് വിളിക്കാനോ ഇടപെടാനോ ഒന്നും നിൽക്കണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ വിടാൻ മനസ്സ് വരുന്നില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് കൊണ്ടു. സ്വാഭാവികമായിട്ടും ഏത് മക്കൾക്കാണേലും കൊള്ളും. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ഥാനത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, എങ്ങനെയായിരിക്കും അത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് കേട്ടോണ്ട് നിൽക്കുന്നത്. എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചാൽ മതി, എൻ്റെ ഉമ്മച്ചിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഈ മനുഷ്യന്റെ രൂപമുള്ള പിശാചുക്കളെന്ന് തന്നെയാണ് എനിക്ക് അവരെ വിളിക്കാൻ പറ്റുള്ളൂ. വെറും വിഷമല്ല, കാള കൂടെ വിഷം, അതാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വർത്താനം ഇവരുടെ നാവിൽ നിന്നൊന്നും വരില്ല. ഇപ്പൊ ഞാൻ അവരെ ഫോൺ വിളിച്ചാലും ഇവര് കുറേ തെറി പറയും, കുറേ പ്രാകും. എനിക്ക് ഈ വക ഭാഷയൊന്നും എനിക്ക് പരിചയമില്ല. തെറിയൊക്കെ അറിയാം, പക്ഷെ ചുമ്മാ തമാശയ്ക്ക് ഇവിടെ ആഷിക്കിനോടും അല്ല അജ്മീറിനോടൊക്കെ പൊട പട്ടി തെണ്ടി എന്നൊക്കെ പറയുന്നതല്ലാതെ വേറൊരു ബാഡായിട്ടുള്ള വാക്കുകൾ എനിക്കറിയാം, പക്ഷെ ഞാൻ യൂസ് ചെയ്യില്ല. അത് ആരുടെ മുമ്പിൽ യൂസ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യേയില്ല. എനിക്കത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ പ്രാഗ്, ഇതൊന്നും നമുക്ക് അത് നമ്മുടെ ശീലമല്ല. അപ്പൊ അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാത്തത്. പക്ഷെ എന്തായാലും ഈ വീഡിയോ അവരുടെ മകളും ഫാമിലിയൊക്കെ കാണുന്നുണ്ടാവും. എനിവേ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ നിങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. നമ്മള് ബന്ധുക്കളാണല്ലോ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുത്ത ആൾക്കാരാണല്ലോ, സഹിച്ച് കടിച്ച് പിടിച്ച് നിൽക്കും. പക്ഷെ ഉണ്ടല്ലോ, ഇവരെ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ തൂത്തുവാരി എറിഞ്ഞോളുക. ഒരിക്കലും അടുപ്പിക്കരുത്, വീട്ടിൽ കയറ്റാൻ നിൽക്കരുത്. കാരണം ഇവർ നമുക്ക് ഏത് രീതിയിലൊക്കെ പണി തരും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇന്ന് എൻ്റെ മരിച്ചുപോയ ഒരാളെ കുറിച്ച് നമുക്കൊന്നും ഇപ്പോഴും ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൈൻഡ് ഓക്കെ ആകുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. പല രാത്രികളും ഇത് തന്നെയാണ് അവസ്ഥ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എഴുന്നേറ്റിരിക്കുക, ചുമ്മാ ഇരുന്ന് കരയുക, ഈ അടുത്ത് അത്തച്ചുള്ള വീഡിയോസ് എടുത്ത് കാണുക, ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ മരിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള പല രാത്രികളിലും സംഭവിക്കുന്നത്. പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഞാൻ പുറത്തു പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ ഒരു ജോലിയുടെ ഭാഗം മാത്രമാണ്. അതിൽ കാണുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നമ്മളൊക്കെ മെന്റലി എത്ര തളർന്നിരിക്കുകയാണ്, മെന്റലി എത്ര ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോഴും എന്നെ വിളിച്ച് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ്, നീ ഓക്കെ ആണോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ സൗദിയിലാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യണം.
അപ്പൊ ഞാൻ അവളെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ഇക്കണ്ടായിരുന്നില്ല, ഇക്ക ലേറ്റ് ആവും, വരുമ്പോൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ അവളെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കോള് വിളിക്കണം. അപ്പൊ ഇവിടെ ഫോൺ എടുത്തു, ഡ്യൂട്ടിയിലാണ് അവള്. അപ്പൊ എന്നോട് പറഞ്ഞേടി ഞാൻ ഡ്യൂട്ടിയിലാണ്, പിന്നെ വിളിക്കാം, നീ ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്ന് 2-3 പ്രാവശ്യം അവള് എന്നോട് ചോദിച്ചു. അപ്പം എന്റെ മൈൻഡ് കുറച്ചൊന്ന് കൈവിട്ട് പോകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എനിക്ക് സമാധാനം കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഇങ്ങനെ വിളിക്കും. ഇക്ക ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത സമയത്ത് ഞാൻ വിളിക്കാറുണ്ട്. കാരണം എന്റെ മൈൻഡ് ഒന്ന് മാറ്റി വിടണം, അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മളിപ്പോ എന്തോരം എന്താണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നാലും അല്ലെങ്കിൽ റീല് കണ്ടുകൊണ്ടിരുന്നാലും എനിക്കത് പറ്റില്ല. എനിക്ക് ആരോടെങ്കിലും വിളിച്ച് സംസാരിക്കണം, അതും എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആൾക്കാർ വിളിച്ച് സംസാരിക്കണം. അപ്പൊ ഞാൻ ആ സമയത്ത് അവളെ വിളിച്ചത് കൊണ്ടാണോ, പക്ഷെ അവൾക്കത് പെട്ടെന്ന് മനസ്സിലായി. അവൾ ഡ്യൂട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പം അവൾ എന്നോട് 2-3 പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ, ഞാൻ വെച്ചേക്കട്ടെ, ഞാൻ ഇപ്പം ഡ്യൂട്ടിയിലാണ്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. കോൾ വെക്കുന്നതിന് മുമ്പ് അവൾ എന്നോട് ചോദിച്ചു, നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ മനസ്സറിയുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഈ ബന്ധത്തിന്റെ വില എന്താണെന്നോ അല്ലെങ്കിൽ കൂടപ്പറപ്പുകളുടെ വില എന്താണെന്നൊന്നും ഒരിക്കലും ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ പിന്നെ ഞാൻ പറയാണ്, എന്താണ് മനുഷ്യന്റെ രൂപമാണ് പിശാചുക്കളാണ്. ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾക്ക് ഇടയിലുണ്ടെന്നുണ്ടെങ്കിൽ തൂത്തുവാരി അറിഞ്ഞോളുക. എനിക്കുണ്ടായ ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള വർത്താനമൊക്കെ ഇവരുടെ നാവിന്നൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്, സഹിക്കാൻ പറ്റില്ല, സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഈ വീഡിയോ ഇത് ഇങ്ങനെ ഇവിടെ വന്നിന്ന് പറഞ്ഞു എന്നുള്ളത്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ഇപ്പൊ നിങ്ങളോട് ഇത്രയും പറഞ്ഞു, എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിലും എല്ലാം ഒരുപാട് പേര് നെഗറ്റീവും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. ഈ വീഡിയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം നിങ്ങൾക്കിടയിലുണ്ട്, നിങ്ങൾക്കിടയിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ട് കളഞ്ഞേക്കുക. അതിന്റെ പേരിൽ പഠിച്ചു നമ്മളോട് എന്താ പറയാ, നമ്മളെ ശിക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ, ഒരുപാട് വിഷം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആൾക്കാരല്ലേ. വിഷം ഒരുപാട് ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ മനസ്സിങ്ങനെ താറടിക്കുന്ന രീതിയിലുള്ള വർത്താനം പറയാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഹസ്ബൻഡ് മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീനെ കുറിച്ചിട്ട് ചുട്ടു കൊന്നു എന്നൊക്കെ പറയാ, മരിച്ചു പോയ ഒരാളെ കുറിച്ചിട്ട് ചുട്ടു കൊന്നു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് അല്ലേ? എങ്ങനെയാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷെ ഒരുപാട് ആലോചിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഞാനത് പോസ്റ്റ് ചെയ്യും. അതിൻ്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഐ ഡോണ്ട് കെയർ. കാരണം എനിക്കിപ്പോൾ കുറച്ച് സമാധാനം കിട്ടി, കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, കുറച്ചൊന്ന് കൂളായി. പിന്നെ എന്താ പറയുക, എൻ്റെ ഉമ്മച്ചീനോ എൻ്റെ അത്തച്ചീനോ എൻ്റെ മറ്റുമ്മച്ചീനോ ഒന്നും പറയാനുള്ള യാതൊരു അവകാശവും ഈ ടീമിനൊന്നും ഇല്ല. കാരണം സ്വന്തം പേരൻസ് മരിക്കാൻ കിടന്നപ്പോൾ ഒന്ന് വന്ന് നോക്കുവോ, അങ്ങനെ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. സ്വന്തം കൂടപ്പറപ്പ് മരിച്ചപ്പം ഒന്ന് പോയി കാണുമോ, അങ്ങനത്തെ ഒരു ഫീലിങ്സോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവിടെ ഞാൻ എൻ്റെ അത്തച്ചിനെ പൊന്നുപോലെ നോക്കി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ മനുഷ്യന് വേണ്ടി ഞാൻ ചെയ്തു. എൻ്റെ ഉമ്മച്ചിനെ എൻ്റെ മറ്റുമ്മച്ചിനെ ഇപ്പം ഞാൻ നോക്കുന്നുണ്ട്, ഇനി അങ്ങോട്ട് നോക്കുകയും ചെയ്യും എനിക്ക് ജീവനുള്ള കാലത്തോളം. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഒരുപാട് അതായത് മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെവിടെയാണ് നിൽക്കുന്നത്, സ്വന്തമായിട്ട് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കുറച്ചെങ്കിലുമൊക്കെ ആലോചിക്കുക. മേളിലിരിക്കുന്ന പടച്ചവനത് കാണുന്നുണ്ടെന്നുള്ളത് ആലോചിക്കുക. ഈ പറയുന്ന മരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഒരു വീട്ടിൽ മാത്രമല്ല എല്ലായിടത്തും സംഭവിക്കും. മനുഷ്യന്മാരാണ്. ഒരു ആപത്ത് വരുമ്പോഴത്തേക്കും നാളെ നമുക്കൊരു രക്ഷയ്ക്കായിട്ട് ഓടിയെത്തുന്നത് ഈ മനുഷ്യന്മാർ തന്നെയാണ്. എല്ലാവരെയും കുറിച്ചും നിങ്ങളിങ്ങനെ നിങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നോക്കുക. എന്തായാലും നിങ്ങളുടെ നാവ് പൊന്തിയല്ലോ ഇങ്ങനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. മരിച്ചുപോയ എൻ്റെ അപ്പച്ചനെ കുറിച്ചിട്ട് ഇങ്ങനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാവ് പൊന്തിയല്ലോ. അപ്പം തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ഒരു കൾച്ചർ, നിങ്ങളുടെ ഒരു സംസ്കാരം, നിങ്ങൾ എത്ര ഒരു
ക്രൂവാലിറ്റി മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണെന്നുള്ളത്, എത്ര ക്രൂരന്മാരാണ് നിങ്ങൾ എന്നുള്ളത് അപ്പം തന്നെ മനസ്സിലാക്കും. നിങ്ങൾ പർദ്ദയൊന്നും ഇട്ടുകൊണ്ട് കിടന്നിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവരെ കുറിച്ചിട്ട് മറ്റുള്ളവരുടെ മനസ്സ് കീറി മുറിക്കണേ, മറ്റുള്ളവരുടെ ചങ്കില് കുത്തി കയറ്റണ രീതിയിലുള്ള വർത്താനം പറഞ്ഞിട്ട് നമ്മൾ പർദ്ദ ഇട്ടുകൊണ്ട് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പഠിച്ചോ ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ എന്താ പറയുക കാണുന്ന പഠിച്ചവൻ്റെ അനുഗ്രഹമായിട്ടും നമ്മുടെ ഭാഗ്യമായിട്ടൊക്കെയാണല്ലേ. പക്ഷേ ഈ കുട്ടികളില്ലാത്തവരുടെ ഒരു അവസ്ഥയോ, നമുക്കിടയിൽ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, പേഴ്സണലി അറിയുന്നവരുണ്ട്. ഈ ഇടയിൽ തന്നെ ഒരു മാസത്തിന് മുമ്പ് വരെ ഒരാൾ അവരുടെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തു. കരഞ്ഞുകൊണ്ടാണ് എന്നോട് അവരവരുടെ ഈ കുട്ടികളില്ലാത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നോട് പറയുന്നത്. ഞാനും ഇരുന്ന് കരഞ്ഞു, കാരണം എനിക്കത് ഒട്ടും സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്നിപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കാര്യങ്ങളുണ്ട്, IVF അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന പണ്ടത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരോ അങ്ങനെ ഒന്നും അവർക്ക് ഇന്നത്തെ അത്ര സൗകര്യ കാര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു അവർക്ക്. അപ്പോൾ അവർക്ക് പഠിച്ചവൻ്റെ വിധിയില്ല എന്നും പറഞ്ഞ് അവർ ജീവിച്ച് മുമ്പോട്ട് വന്നു. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ എത്രയോ ചങ്ക് കൂട്ടി നിലവിളിച്ചിട്ടുണ്ടാവും. നിസ്കാരപ്പായിലിരുന്ന് എന്തോരം പഠിച്ചവനോട് ഒരു കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടാവും. എന്തോരം അവർ എന്താ പറയുക, മനസ്സുകൊണ്ടൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ പോയിട്ട് മച്ചി എന്ന് അഭിസംബോധന ചെയ്യണ വേറൊരു സ്ത്രീ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിലേക്ക് ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിളിച്ചു ഈ സ്ത്രീ, പറയുന്ന ലേഡി. അതും അവരൊരു സ്ത്രീയാണ്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് കൊച്ചുമക്കളുണ്ട്. എന്നിട്ടാണ് അവർ ഈ മക്കളില്ലാത്തവരെ മച്ചി എന്ന് അഭിസംബോധന ചെയ്തത്. അപ്പോൾ നിങ്ങൾ അവരുടെ ഒരു നിലവാരം, അവരുടെ ഒരു സ്റ്റാൻഡേർഡ്, അവരുടെ ഒരു സംസ്കാരമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എത്ര വൃത്തികെട്ടവരാണ് അവരെന്നുള്ളതിന് ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിളാണത്. എനിക്കറിയില്ല ഇതൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ, പറയാൻ കൊള്ളുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇവർക്ക് നമ്മളോട് ഇത്ര ഇത്, നമ്മളോട് എന്താണ് മൊത്തത്തിൽ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം എന്നെക്കുറിച്ച് മാത്രമല്ല, ഇവരെല്ലാവരെക്കുറിച്ചും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കും. പക്ഷെ നമ്മളോടുള്ള ഒരു മെയിൻ ഇവർക്ക് ഈ ശത്രുത വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്ര ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഫാമിലി, അല്ലെങ്കിൽ പണ്ടേ മുതൽ കുറേ കുടുംബ സ്വത്തും അല്ലെങ്കിൽ ഭയങ്കര ലാവിഷായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ സാധാരണക്കാരിൽ എന്താ പറയുക, ബിലോ ആവറേജ് എന്ന് പറയാം, അങ്ങനെ ജീവിച്ചു വന്നവരാണ്. എൻ്റെ നാട്ടുകാരുണ്ടല്ലോ, അതായത് എൻ്റെ അയലോക്കംകാർ, ഇപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം. എൻ്റെ അയലോക്കംകാർ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അയലോക്കംകാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ പല ആളുകളും പലരോടായിട്ടും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ആ കൊച്ചൊക്കെ കുറേ ചെറുപ്പത്തിൽ അനുഭവിച്ചാണ്, ഇപ്പം എന്തായാലും നല്ലൊരു ലൈഫ് കിട്ടി, ഇപ്പം എന്തായാലും അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനമൊക്കെ തോന്നും. കാരണം അവർക്ക് നമ്മളെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈ അയലോക്കംകാരായിക്കോട്ടെ, ആരുമായിട്ടൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വെക്കാത്ത ആൾക്കാരാണ്. നമ്മുടെ പണ്ട് മുതലേ അത് അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാ നാട്ടിലും അല്ലെങ്കിൽ എല്ലാ അയലോക്കംകാർക്കിടയിലും എല്ലാവരോടും കുശുമ്പുള്ള ഒരാളുണ്ടാകും. അവരെല്ലാവരെയും കുറിച്ചും ചീത്ത പറയും, എല്ലാവരെ കുറിച്ചും കുശുമ്പെന്ന് പറയാൻ പറയും, എല്ലാവരെ കുറിച്ചും ഇല്ലാത്തത് പറയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ എല്ലാവർക്കിടയിലും ഉണ്ടാവും. അങ്ങനെയുള്ള സ്ത്രീ വരെ എന്നെക്കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കാരണം അവരാരെക്കുറിച്ച് നല്ലത് പറയാറില്ല, പക്ഷെ അവർ എന്നെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ. ഞാനന്നൊരിക്കൽ എൻ്റെ ഉമ്മച്ചിക്ക് വള വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അന്ന് ഒരാൾ അവരുടെ മകൻ്റെ അടുത്ത് എൻ്റെ ഉമ്മച്ചിയുടെ കയ്യിലെ വള ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മകനോട് പറയുകയാണിത്, ഇത് കണ്ടോ സുബിയുടെ മോള് വാങ്ങിച്ചു കൊടുത്ത വളയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ അയലോക്കംകാർ എന്ന് വെച്ചാൽ, അവർക്ക് പോലും നമ്മളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഒന്നും, കാരണം അവർക്കൊക്കെ അറിയാം നമ്മൾ എങ്ങനെയാണ് ജീവിച്ചു വന്നതെന്നുള്ളത് അവർക്കൊക്കെ അറിയാം. അപ്പോൾ നോർമലി ഉള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിലവാരമുള്ള ആൾക്കാർ ഇങ്ങനെ സാധാരണക്കാരായിട്ട് ജീവിച്ചിട്ട് കുറേ എന്താ പറയുക, കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ച് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ഫാമിലി മൊത്തം കുറച്ചൊക്കെ ഒരു നല്ല നിലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ, അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്ന നല്ല കാര്യം, എന്തായാലും രക്ഷപ്പെട്ടല്ലോ, നല്ല കാര്യം, ഇനിയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 കൃമികളുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് കുശുമ്പും അസൂയേ തോന്നുള്ളൂ. നന്നായി പോയല്ലോ എന്നുള്ളൊരു കുശുമ്പും അസൂയേ തോന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ, നമ്മളോട് ഇത്ര ശത്രുത വരാനുള്ള ബേസിക് ആയിട്ടുള്ള റീസൺ അതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫാമിലിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര മെച്ചപ്പെട്ടു, വലിയ വീട് പണിത് ലക്ഷറി ലൈഫ്, ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ പറ്റും,
എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഉമ്മച്ചി, എൻ്റെ അത്തച്ചി, എൻ്റെ മറ്റുമ്മച്ചി, ഇവരുടെ 3 പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ. ഇവർ 3 പേരും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം, സമാധാനം ഈ കഴിഞ്ഞ 3-4 അല്ലെങ്കിൽ 2-3 വർഷങ്ങൾക്ക് ഉള്ളിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് അതിനു മുമ്പ് നമ്മൾ അവരനുഭവിക്കാത്ത സന്തോഷം, സമാധാനം, നല്ല വസ്ത്രം, അല്ലെങ്കിൽ പെരുന്നാളിന് കോടിയെടുക്കുക, അതല്ലെങ്കിൽ അവരിഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് മറ്റുള്ളവർ കാണുമ്പോൾ നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതൊന്നും വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ എനിക്കത് വലിയ കാര്യമാണ്, എൻ്റെ വീട്ടുകാർക്കും അത് വലിയ കാര്യമാണ്. അപ്പം ഈ 2-3 വർഷങ്ങൾക്കുള്ളിലാണ് എൻ്റെ അത്തശ്ശിയും, എൻ്റെ ഉമ്മച്ചിയും, എൻ്റെ മറ്റുമ്മച്ചിയൊക്കെ ഏറ്റവും അവർ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സന്തോഷത്തിൽ ജീവിച്ചത്. അത് കൊടുത്തത് ഞാനാണ്. അത് കൊടുക്കാൻ എനിക്ക് പറ്റി എന്നുള്ളതിൽ എനിക്ക് അത്രയും മേൽ അഭിമാനത്തോടു കൂടി പറയാനായിട്ട് പറ്റും. ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല, ഇതൊന്നും ഇവർ ആഗ്രഹിച്ചില്ല. ഇവർക്ക് ഇതൊക്കെ കാണുമ്പോഴും ഒന്നാമത് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണ്. സോ നമ്മുടെ വിശേഷങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട്. പിന്നെ ഞാനൊക്കെ ചള്ളായി പോയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ഹാപ്പി ആയേനെ. ഇപ്പം ഞാനൊരു അന്യമതസ്ഥൻ്റെ ഒപ്പം ഇറങ്ങിപ്പോവോ, അല്ലെങ്കിൽ കുറേ ദാരിദ്ര്യം അനുഭവിക്കോ, എൻ്റെ ലൈഫ് മീൻസ് ഫാമിലി ലൈഫ് മോശമായി പോവോ, വഴക്കുണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവോ, എന്താ പറയുക, തെറ്റിപ്പിരിയോ, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഹാപ്പി ആയേനെ. അതൊന്നും അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറൊരു കാരണം നമ്മൾ അവരുടെ വീട്ടിൽ പോയി ചീത്ത പറയുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് മോശം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് മെയിൻ റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ അൾട്ടിമേറ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബഹുമാനം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പ്രായത്തിനനുസരിച്ചല്ല കൊടുക്കണം. നമ്മൾ പണ്ട് പറയും ഈ പ്രായം ഉള്ളവരെ ബഹുമാനിക്കണം എന്നുള്ളത്. പക്ഷെ അതിലൊരു കാര്യമില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ പറയുക, നമ്മളെക്കാട്ടിലും പ്രായം കുറഞ്ഞ ആളുകൾ നല്ലൊരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അത് നമ്മളെക്കാട്ടിലും പ്രായം കുറവാണല്ലോ, അവരെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടത്, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷെ നമ്മളെക്കാട്ടിലും മുതിർന്ന ആൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു മനുഷ്യൻ 60-65 വയസ്സുള്ള ഒരാൾ അയാളുടെ മകളുടെ അത്രയും പോലും പ്രായമില്ലാത്ത ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ ചീത്ത പറയുന്നു, തെറി പറയുന്നു, അനാവശ്യങ്ങൾ പറയുന്നു, പ്രാകുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അയാളുടെ മകളുടെ അത്രയും പോലും പ്രായം ആ പെണ്ണിന് ഇല്ലാന്ന് ഓർക്കണം. നാളെ ആ പെണ്ണ് ഇയാളെ കാണുമ്പോൾ അയാൾ പ്രായത്തിന് മൂത്തതാണല്ലോ, എന്നാൽ പിന്നെ അത് ബഹുമാനിച്ചേക്കാന്ന് ഓർക്കോ, അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പാൻ തോന്നും. തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ കാര്യം ചെയ്യാൻ തോന്നുള്ളൂ. അപ്പം ഈ എന്താ പറയുക, ബഹുമാനമൊന്നും അതായത് പ്രായമൊന്നും ബഹുമാനത്തിനൊരു അടിസ്ഥാനമേ അല്ല. അതൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും, എത്ര നമ്മൾ ഇതായെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. കാരണം ഒരൊറ്റ നിമിഷം മതി എല്ലാം കൂടെ തകരാൻ ഒരൊറ്റ നിമിഷം മാത്രം മതി. അപ്പം നമുക്കറിയില്ല നമ്മുടെ ആയുസ് എത്രത്തോളം ഉണ്ടെന്ന് പോലും അറിയില്ല. ആ ഉള്ള കാലത്തോളം മറ്റുള്ളവരുടെ പച്ച ഇറച്ചി തിന്നാതെ, വെറും ശവന്തീനികളാവാതെ, വെറും പിശാചുക്കളാവാതെ മനുഷ്യന്മാരായിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊരു സന്തോഷം വരുമ്പോൾ അതിൽ സന്തോഷിക്കാനും, മറ്റുള്ളവർക്കൊരു ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരാനും ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. എത്ര നല്ല കാര്യമാണെന്നറിയോ. അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പഠിക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒഴിവാക്കി വിട്ടേക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ പച്ചിറച്ചി തിന്നിട്ട് പോകും. അല്ലാതെ വേറൊരു ഉപകാരം ഇവരെ കൊണ്ട് ഉണ്ടാവില്ല. നിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ തൂത്തുവാരി ഇറങ്ങിയേക്കുക. ഒരിക്കലും കൂടെ നിർത്തരുത്. നമുക്ക് തന്നെ നാളെ പാരയായിട്ട് വരും. നമ്മൾ വിചാരിക്കും ഇവര് പണ്ടിങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓക്കെ ആണല്ലോ, ഇപ്പം നല്ല ആൾക്കാരാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ചേർത്ത് പിടിക്കാൻ നോക്കും. പക്ഷെ അടുപ്പിക്കാൻ കൊള്ളില്ല, അടുപ്പിക്കരുത്. നമ്മൾ തന്നെ നാളെ എന്താ പറയുക, നമ്മൾ തന്നെ നാളെ ദുഃഖിക്കേണ്ടി വരും. ഇപ്പം ഞാൻ ഇങ്ങനെ കൂടി ഇരിക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ മൈൻഡിൻ്റെ കൺട്രോളിലേ അല്ല. ഒന്നാമത് നമുക്ക് എന്താ പറയുക, ഇമോഷണലി നമ്മൾ ഭയങ്കര ഡാമേജാണ്, ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു സമയമാണ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് ഇപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ, പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുമ്പോഴും ഒക്കെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഒരു കാര്യം ഇതുവരെ ചെയ്ത വീഡിയോസിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ്.
ഇനി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ലായിരുന്നു. ഇനി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് ആ വീഡിയോ ആണ് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പം ശനിയാഴ്ച വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. തിങ്കളാഴ്ച ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഇത് എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ. എനിക്കിപ്പം നല്ല സമാധാനമുണ്ട്. അതായത് നിങ്ങളോട് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അത് ഉള്ളത് തന്നെയാണ്. ചിലപ്പം എന്തൊക്കെ ഈ പറയുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മൈൻഡ് നേരെ ഇല്ലാത്തതുകൊണ്ട് ഭ്രാന്തായിട്ട് പറയുന്നതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഒന്നുമല്ല, മനസ്സിൽ തൊട്ട് തന്നെ പറയുന്നതാണ്. അത്രയും വിഷമം ഉണ്ടാക്കിയ അത്രയും ഉള്ളിൽ ഇങ്ങനെ, ഞാൻ പറയില്ലേ, ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്, ഇങ്ങനെ കുത്തുന്നുണ്ട്. ഇപ്പോഴും കൈ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയില്ല, അത് കേട്ടപ്പോൾ മുതൽ എൻ്റെ ബോഡി ഇങ്ങനെ വിറയ്ക്കുന്നതാണ്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളെ അറിയിക്കാനുണ്ട് എന്നുള്ളത്. ആ വീഡിയോ തിങ്കളാഴ്ച ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്കറിയില്ല ഇനിയിപ്പോൾ എങ്ങനെയാവും എന്താവുമെന്നൊന്നും. പക്ഷെ ഇൻഷാ അല്ലാ ഓക്കെ, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഉറപ്പാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. പിന്നെ നല്ലത് ചെയ്യുന്നവരുടെ കൂടെ എന്നും പഠിച്ചു നിൽക്കുള്ളൂ. എനിവേ, തല ഇങ്ങനെ വെട്ടിപ്പൊളിയാണ്. നല്ല തലവേദന ഉണ്ട്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആകെ മരവിച്ച ഒരവസ്ഥയായിരുന്നു. എന്തായാലും ഇപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടിയിട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിനി എന്നാൽ ശരി, ബൈ.